നമസ്കാരം. കേരളത്തിൽ ഇന്നു മുതൽ ഓഗസ്റ്റ് 15 വരെയുള്ള ദിവസങ്ങളിൽ വടക്കൻ ജില്ലകൾ ഉൾപ്പെടെയുള്ള എല്ലാ പ്രദേശങ്ങളിലും നേരിയതോ മിതമായതോ ആയ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന പുതിയ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനം നിലനിൽക്കുന്നതിനാൽ വരും ദിവസങ്ങളിൽ മഴ പൂർണ്ണമായും മാറില്ല. എന്നാൽ നിലവിൽ ഒരിടത്തും അതിശക്തമായ മഴയ്ക്കുള്ള ഓറഞ്ച്, റെഡ് അലർട്ടുകൾ പ്രഖ്യാപിച്ചിട്ടില്ല. ഓഗസ്റ്റ് 12 ഇന്നു മുതൽ ഓഗസ്റ്റ് 15 ശനിയാഴ്ച വരെയുള്ള ദിവസങ്ങളിൽ കേരളത്തിലെ എല്ലാ ജില്ലകളിലും നേരിയതോ മിതമായതോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിൽ നിലവിലുള്ള ചക്രവാത ചുഴി ഇന്ന് പുതിയ ന്യൂനമർദ്ദമായി മാറാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ വരും ദിവസങ്ങളിൽ പരക്കെ മഴ ലഭിക്കും. മഴ പെയ്യുമെങ്കിലും നിലവിലെ പ്രവചനം അനുസരിച്ച് വരും ദിവസങ്ങളിൽ ഒരിടത്തും അതിശക്തമായ മഴ മുന്നറിയിപ്പുകളോ പ്രത്യേക അലർട്ടുകളോ നിലവിലില്ല. സാധാരണ ജനജീവിതത്തെ ബാധിക്കുന്ന രീതിയിലുള്ള തീവ്ര മഴയ്ക്ക് സാധ്യത കുറവെന്നതാണ് ആശ്വാസകരം. എങ്കിലും മലയോര മേഖലകളിലും തീരപ്രദേശങ്ങളും പ്രാദേശികമായി കാറ്റിനും ഇടിമിന്നലും സാധ്യതയുള്ളതിനാൽ ജാഗ്രത കൈവിടരുത്. അടുത്ത 3 മണിക്കൂറിൽ എല്ലാ ജില്ലകളിലും ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നത്. ബംഗാൾ ഉൾക്കടലിന്റെ മുകളിലും ജാർഖണ്ഡിന് മുകളിലുള്ള ന്യൂനമർദ്ദം കാരണമാണ് കേരളത്തിൽ വീണ്ടും മഴ സാധ്യതയുള്ളത്. വടക്കൻ ജില്ലകളിൽ ഇന്ന് പകൽ മഴ ലഭിക്കും. മധ്യ കേരളത്തിലും ഇടുക്കി ഉൾപ്പെടെയുള്ള കിഴക്കൻ ജില്ലകളിലും ഒറ്റപ്പെട്ട ശക്തമായ മഴയുണ്ടാകും. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ഇന്ന് മഴ കൂടുവാനാണ് സാധ്യത. കഴിഞ്ഞ ദിവസം ഒഡീഷയ്ക്ക് മുകളിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ജാർഖണ്ഡിന് മുകളിലാണ് നിലവിൽ സ്ഥിതി ചെയ്യുന്നത്. വടക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിൽ ഒഡീഷയ്ക്ക് തീരത്തായാണ് പുതിയ ന്യൂനമർദ്ദം രൂപം കൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ഇത് ചക്രവാത ചുഴിയെ നിലകൊള്ളുകയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, വയനാട്, മലപ്പുറം, എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം ജില്ലകളിലാണ് കൂടുതൽ മഴ സാധ്യത. വെള്ളിയാഴ്ച മുതൽ വീണ്ടും മഴ ശക്തിപ്പെടും. തൃശൂർ, പൂങ്കുന്നത്ത് ആഫ്രിക്കൻ ഒച്ചുകളുടെ അധിനിവേശവും ഇതിനിടയിൽ അതിരൂക്ഷമാകുന്നുണ്ട്. മഴ പെയ്തൊഴിഞ്ഞതോടെ തൃശൂർ നഗരസഭയിലെ പൂങ്കുന്നം, അഗ്രഹാരത്തിലും വടക്കേത്തറ ഉൾപ്പെടെയുള്ള പരിസര പ്രദേശങ്ങളിലും ലക്ഷക്കണക്കിന് ആഫ്രിക്കൻ ഒച്ചുകളാണ് ഒരേ സമയം പെരുകിയിരിക്കുന്നത്. തുടക്കത്തിൽ നിസ്സാരക്കാരനെ കണ്ട നാട്ടുകാർക്ക് ഇപ്പോൾ ഇവ വലിയൊരു പരിസ്ഥിതി ആരോഗ്യ ഭീഷണിയായി മാറിയിരിക്കുകയാണ്. വീടുകളുടെ മതിൽ, ഭിത്തി, കിണറുകൾ, റോഡുകൾ എന്നിവയിലെല്ലാം ഈ അധിനിവേശ ജീവികൾ കൂട്ടത്തോടെ കയറിയിരിക്കുകയാണ്. ചെടികളെയും കാർഷിക വിളകളെയും പൂർണ്ണമായി തിന്നു തീർക്കുന്ന ഈ ജീവികൾ തങ്ങളുടെ തോടിന് ആവശ്യമായി കാൽസ്യം ലഭിക്കുന്നതിനായി വീടുകളുടെ സിമന്റും പെയിന്റും വരെ കാർന്നു തിന്നുന്നുണ്ടെന്ന് ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 10 വർഷം വരെ ആയുസ്സുള്ള ആഫ്രിക്കൻ ഒച്ചുകൾ ഒരു തവണ 500 മുതൽ 1200 വരെ മുട്ടകൾ മണ്ണിനടിയിൽ നിക്ഷേപിക്കുന്നതിനാലാണ് ഇവ നശിപ്പിക്കും തോറും വീണ്ടും പെരുകുന്നത്. മാത്രമല്ല, മനുഷ്യരിൽ മസ്തിഷ്ക ജ്വരത്തിന് കാരണമാകുന്ന റാറ്റ്ലിംഗ് വേവ് എന്ന മാരക പരാതങ്ങളെ ഈ ഒച്ചുകൾ ശരീരത്തിൽ വഹിക്കുന്നുണ്ട്. ഇവ പുറപ്പെടുവിക്കുന്ന കൊഴുത്ത ദ്രാവകം കുട്ടികളിലും മുതിർന്നവരിലും അലർജിക്ക് കാരണമാകുമെന്നും ആരോഗ്യരംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. മതിലുകൾ, വീടിന്റെ ഭിത്തികൾ, റോഡുകൾ, കിണറുകൾ തുടങ്ങി പൂങ്കുന്നത്ത് ഇവ കയറിക്കൂടാത്ത ഒരിടങ്ങളില്ല. പ്രദേശത്തെ ചെടികളെയും കൃഷിയും ഇവ പൂർണ്ണമായി നശിപ്പിക്കുകയാണ്. 10 വർഷം വരെ ആയുസ്സുള്ള ഈ ഒച്ചുകൾ ഒരു തവണ 500 മുതൽ 1200 വരെ മുട്ടകൾ മണ്ണിനടിയിൽ ഇടുന്നതിനാലാണ് ഇവ നശിപ്പിക്കും തോറും തന്നെ വൻതോതിൽ പെരുകുന്നത്. നാട്ടുകാർക്കൊക്കെ ഇത് വലിയ ഭീതിയാണ്. പ്രദേശത്തെ ജനങ്ങൾ ആരോഗ്യവകുപ്പിന് വിവരം അറിയിച്ചുവെങ്കിലും ഇതുവരെ കാര്യമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പരാതിപ്പെടുന്നത്. നിലവിൽ പാർക്ക് ചെയ്തിരിക്കുന്ന വാഹനങ്ങൾക്ക് മേൽ പറ്റിപ്പിടിച്ച് സവാരി ചെയ്ത് മറ്റടുത്തുള്ള പ്രദേശങ്ങളിലേക്കും ഇവ അതിവേഗം പടരുകയാണ്. ഇഴഞ്ഞു നീങ്ങുന്ന ഈ വലിയ ആപത്തിൽ നിന്ന് തങ്ങളെ എത്രയും വേഗം കരകയറ്റണമെന്നാണ് പൂങ്കുന്ന നിവാസികളുടെ അടിയന്തര അഭ്യർത്ഥന. ഒച്ചുകളെ പ്രതിരോധിക്കാനുള്ള എളുപ്പ വഴികളെന്ന് പറയുന്നത് ബ്ലീച്ചിങ് പൗഡറും ഉപ്പുമാണ്. ഒച്ചുകൾ പെരുകുന്ന ഇടങ്ങളിലും മതിലുകളുടെ വശങ്ങളിലും ബ്ലീച്ചിങ് പൗഡറോ സാധാരണ കല്ലുപ്പോ ഒക്കെ വിതറുന്നത് ഇവയെല്ലാം ഇല്ലാതാക്കാൻ സഹായിക്കും. കൂടാതെ പുകയില, തുരിശ് മിശ്രിതം കേരള കാർഷിക സർവകലാശാല നിർദ്ദേശിക്കുന്ന ഏറ്റവും ഫലപ്രദമായ മാർഗമാണിത്. 25 ഗ്രാം പുകയില 1.5 ലിറ്റർ വെള്ളത്തിൽ തിളപ്പിച്ചുണ്ടാക്കുന്ന കഷായത്തിൽ 60 ഗ്രാം തുരിശ് കലക്കി ഒച്ചുകളുടെ മുകളിലേക്ക് തളിച്ചാൽ അവ ഉടനടി ചത്തുപോകും. അതുമാത്രമല്ല, വെറും കൈയോടെ ഇവ തുടരുത്. ഒച്ചുകളെ ശേഖരിക്കുമ്പോൾ യാതൊരു കാരണവശാലും വെറും കൈയോടെ തുടരുതെന്നാണ് മുന്നറിയിപ്പ്. ഹാൻഡ് ഗ്ലൗസോ പ്ലാസ്റ്റിക് കവറോ കൈകളിൽ ധരിച്ച ശേഷം മാത്രമേ ഇവയെ പിടിച്ച് ഉപ്പുവെള്ളത്തിലിട്ട് നശിപ്പിക്കാവൂ. സാമൂഹിക പ്രതിരോധം അനിവാര്യമാണ്. വ്യക്തിഗതമായ പ്രതിരോധത്തെക്കാൾ ഉപരി ഒരു പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ഒത്തുചേർന്ന് ഒരേ സമയം നടത്തുന്ന കമ്മ്യൂണിറ്റി ക്ലീനിംഗ് വഴി മാത്രമേ ആഫ്രിക്കൻ ഒച്ചുകളുടെ വ്യാപനം പൂർണ്ണമായും തടയുവാൻ സാധിക്കുമെന്നും അധികൃതർ ഓർമ്മിപ്പിക്കുന്നുണ്ട്.
സാധാരണ ഒച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായി ആഫ്രിക്കൻ ഒച്ചുകൾക്ക് എല്ലാത്തരം സസ്യങ്ങളും ആഹാരമാക്കാൻ കഴിയും. തൃശൂരിലെ ഒട്ടുമിക്ക വീട്ടുപറമ്പുകളിലെയും ഔഷധ ചെടികൾ, വാഴകൾ, ചേമ്പ്, കാച്ചിൽ, വിവിധയിനം പച്ചക്കറികൾ എന്നിവ ഇവ വ്യാപകമായി തിന്നു തീർക്കുകയാണ്. ഇവിടെ ആക്രമണം കടുക്കുന്നത് എന്നതിനാൽ കൃഷിക്കാർക്ക് ഇവയെ പെട്ടെന്ന് തടയുവാനും സാധിക്കുന്നില്ല. കൃഷിനാശം രൂക്ഷമായതോടെ കർഷകർക്ക് അടിയന്തര ധനസഹായം നൽകണമെന്ന ആവശ്യം ശക്തമാണ്. കേവലം ഉപ്പും ബ്ലീച്ചിങ് പൗഡറും ഉപയോഗിച്ച് മാത്രം താൽക്കാലികമായി ഇവയെ തടയാമെങ്കിലും പൂങ്കുന്നം പോലുള്ള ജനസാന്ദ്രതയേറിയ അഗ്രഹാര മേഖലകളിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണവും അടിയന്തര ശുചീകരണവും നടത്തേണ്ടതുണ്ട്. പ്രദേശത്തെ കാട് കയറി കിടക്കുന്ന പറമ്പുകൾ അടിയന്തരമായി വെട്ടിത്തെളിക്കാനും വലിയ തോതിൽ മരുന്ന് തളിക്കാനും തൃശൂർ കോർപ്പറേഷനും ശുചിത്വ മിഷനും സംയുക്തമായി പ്രത്യേക സ്ക്വാഡുകൾ രൂപീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. അല്ലാത്തപക്ഷം ഈ ഒച്ചുപട വരും ദിവസങ്ങളിൽ തൃശൂർ നഗരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്കും അതിവേഗം പടരുമെന്നത് ഉറപ്പാണ്. ഇതുമാത്രമല്ല, ഇനി മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പ് വരുന്നുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം കാപ്പിൽ മുതൽ പൊഴിയൂർ വരെ, കൊല്ലം ആലപ്പാട്ട് മുതൽ ഇടപ്പ വരെ, ആലപ്പുഴ ചെല്ലാനം മുതൽ അഴീക്കൽ ജെട്ടി വരെ, എറണാകുളം മുനമ്പം മുതൽ മറുവക്കാട് വരെ, തൃശൂർ ആറ്റുപുറം മുതൽ കൊടുങ്ങല്ലൂർ വരെയും ജില്ലകളിൽ തീരങ്ങളിൽ 13-ാം തീയതി രാവിലെ 2:30 വരെയും 1.0 മുതൽ 1.6 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നാണ് ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കന്യാകുമാരി തീരത്ത് നാളെ രാവിലെ 5:30 വരെ 1.3 മുതൽ 1.7 മീറ്റർ വരെ ഉയർന്ന തിരമാലകൾ കാരണം കടലാക്രമണത്തിന് സാധ്യതയുണ്ടെന്നും ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിക്കുന്നുണ്ട്. കടലാക്രമണത്തിന് സാധ്യതയുള്ളതിനാൽ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും ജാഗ്രത പാലിക്കുക. കടൽക്ഷോഭം രൂക്ഷമാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് അപകട മേഖലകളിൽ നിന്ന് അധികൃതരുടെ നിർദ്ദേശാനുസരണം മാറി താമസിക്കുക. ചെറിയ വള്ളങ്ങളും ബോട്ടുകളും കടലിലേക്ക് ഇറക്കുന്നത് ഈ സമയത്ത് ഒഴിവാക്കേണ്ടതാണ്. കള്ളക്കടൽ പ്രതിഭാസത്തിനും ഉയർന്ന തിരമാലയ്ക്കും സാധ്യതയുള്ള ഘട്ടത്തിൽ കടലിലേക്ക് മത്സ്യബന്ധന യാനങ്ങൾ ഇറക്കുന്നത് പോലെ തന്നെ അപകടകരമാണ് കരയ്ക്ക് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് തിരമാല ശക്തിപ്പെടുന്ന ഘട്ടത്തിൽ കടലിലേക്ക് ഇറക്കുന്നതും കരയ്ക്ക് അടുപ്പിക്കുന്നതും ഒഴിവാക്കേണ്ടതാണ്. കൂടാതെ ഇൻകോയ്സ് മുന്നറിയിപ്പ് പിൻവലിക്കുന്നതുവരെ ബീച്ചുകൾ കേന്ദ്രീകരിച്ചുള്ള വിനോദസഞ്ചാരം ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും പൂർണ്ണമായും ഒഴിവാക്കേണ്ടതാണ്. മത്സ്യബന്ധന യാനങ്ങളായ ബോട്ട്, വള്ളം മുതലായവ ഹാർബറിൽ സുരക്ഷിതമായി കെട്ടിയിട്ട് സൂക്ഷിക്കുക. വള്ളങ്ങൾ തമ്മിൽ സുരക്ഷിത അകലം പാലിക്കുന്നുണ്ടെന്നും കൂട്ടിയിടിച്ചുള്ള അപകട സാധ്യത ഒഴിവാക്കുന്നതിനും ഇത് കാരണമാകും. മത്സ്യബന്ധന ഉപകരണങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുക. ബീച്ചിലേക്കുള്ള യാത്രകളും കടലിൽ ഇറങ്ങിയുള്ള വിനോദങ്ങളും പൂർണ്ണമായും ഒഴിവാക്കുക. തീരശോഷണത്തിന് സാധ്യത ഉള്ളതിനാൽ തന്നെ പ്രത്യേക ജാഗ്രതയും പുലർത്തണം.